ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ തന്നല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പാടുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ. ആവർത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വി ലിവ് ഇൻ എ വെരി അൺസർട്ടൺ വേൾഡ്, ബട്ട് ഇറ്റ് ഈസ് ദ മെഴ്സി ആൻഡ് ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൃപയും അവൻ്റെ കരുതലുമാണ് നമ്മളെ ഇന്നയോളം നിർത്തിയിരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രിയിലും അല്പസമയം ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ നന്മകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ ഒരുക്കിയല്ലോ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായുള്ളത് നമ്മുടെ ഹൃദയത്തിലൊരു സിൻസിയാരിറ്റി വേണം, ഒരു സത്യസന്ധത. ഹല്ലേലൂയ. അതില്ലെന്നല്ല പറയുന്നത്, ഉള്ളതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലും കൊട്ടുണ്ട്, പാട്ടുണ്ട്, എന്നാൽ ദൈവവുമായിട്ട് ബന്ധമില്ല. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ട്രാജഡി വരാതെ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ള് കത്തുന്ന ഒരനുഭവം, കർത്താവിനുമായിട്ട് ഒരു ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരനുഭവം, ദൈവവുമായിട്ട് അടുത്തൊരു ബന്ധത്തിൽ ജീവിക്കുന്നൊരനുഭവം എന്നും നമുക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. Let's turn our attention to Acts chapter 12 and verses 24. Acts chapter 12 verses 24. വായിച്ചാട്ട്. The word of the God spread and multiplied. The word of God spread and multiplied. നമ്മുടെ ഈ വർഷം ഞാൻ എപ്പോഴൊക്കെ ശനിയാഴ്ചകളിൽ സംസാരിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ ആദ്യമേ കണ്ടു, ദർ വാസ് എ പ്രിപ്പറേഷൻ ഫോർ വിറ്റ്നസ്സിങ്. സാക്ഷിയാകുവാൻ ദൈവസഭയ്ക്കൊരു ഒരുക്കം ഉണ്ടായിരുന്നു. ആ ഒരുക്കം എന്തായിരുന്നെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യേശു കർത്താവ് പറഞ്ഞതനുസരിച്ച് അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ യേശു പറഞ്ഞതാണ്, when you receive the Holy Spirit, you will be empowered and you will be my witness. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. അത് കഴിഞ്ഞ് നമ്മൾ വിറ്റ്നസ്സിങ് ഇൻ ജെറുസലേം, യെരുശലേമിലെ വിറ്റ്നസ്സിങ്ങിനെ പറ്റി നമ്മൾ വളരെ ഒത്തിരി ആഴത്തിലല്ലെങ്കിലും അല്പകാര്യങ്ങൾ നോക്കിയുണ്ടായി. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ഉദ്ദേശമായിരുന്നു ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി യെരുശലേമിൽ മാത്രം നിൽക്കണമെന്നല്ല, ബിയോണ്ട് ജെറുസലേം, ജുഡയ, സമരിയ ആൻഡ് ടു ദി എൻഡ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ അറ്റത്തോളം പോകണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പ്രതികൂലവും പ്രതിസന്ധിയും പീഡനവും ഒക്കെ വന്നു. സ്തേഫാനോസ് രക്തസാക്ഷിയായി മാറി. എങ്കിലും ദൈവത്തിൻ്റെ സഭ അത് സ്പ്രെഡായിക്കൊണ്ടേയിരുന്നു, വളർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിലും നിങ്ങളിൽ എത്ര പേർക്ക് ആശങ്കയുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ ഇന്ത്യയിലുമൊക്കെ പാർക്കുന്ന അനേകരുടെ ഉള്ളിൽ ഭയങ്കര ആശങ്കയാണ്. കാരണം ഇന്ത്യയുടെ അവസ്ഥകൾ വളരെ ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈബിളിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, സാഹചര്യങ്ങൾക്ക് എന്തായിരുന്നാലും ദൈവത്തിൻ്റെ സഭ വളർന്നുകൊണ്ടിരുന്നു. അത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരുന്നു. The witnessing continued to grow and it spread to many places as persecution came against the church. കഴിഞ്ഞ ആവശ്യം ഞാൻ വിറ്റ്നസ്സിങ് ബിയോണ്ട് അവർ കംഫർട്ട് സോൺ എന്നുള്ളൊരു വിഷയം പറയുകയുണ്ടായി. വിറ്റ്നസ്സിങ് ബിയോണ്ട് അവർ കംഫർട്ട് സോൺ. അപ്പോൾ യെരുശലേമിലെ ബിയോണ്ട് ജെറുസലേമിൻ്റെ വിറ്റ്നസ്സിങ് 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ 12-ാം അധ്യായം 25-ാം വാക്യം വരെ നോക്കുമ്പോഴാണ് വി സീ ദ വിറ്റ്നസ്സിങ് ബിയോണ്ട് ജെറുസലേം. അത് കഴിഞ്ഞ് 13-ാം അധ്യായം മുതൽ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും മിഷണറി യാത്രകൾ ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അതിന് മുമ്പുണ്ടായ ചില കാര്യങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഈ വചനം നമ്മൾ വായിച്ചത്, ബട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ് ആൻഡ് മൾട്ടിപ്ലൈഡ്. ദ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ്, ദ വേർഡ് ഓഫ് ഗോഡ് ഗ്രൂ, ദ ചർച്ച് ഇൻക്രീസ്ഡ്. ഇത് റിപ്പീറ്റഡായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ജനത്തെ വിടുവിക്കുന്ന പ്രവൃത്തിയാണ്. അത് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും മിഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൺസ്ട്രെയിൻഡ് ഫെയ്ത്ത് അല്ല നമുക്ക് ആവശ്യം. നമുക്കൊരു വിശാലമായ ഒരു ഫെയ്ത്ത് വേണം നമുക്ക് ആവശ്യം.
ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ വേറൊരിടത്ത് ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം പിന്നെ അത് ഒരാൾ കോട്ട് ചെയ്തുകൊണ്ട് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. ശുശ്രൂഷിച്ചപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, സാധാരണ നമ്മളെ കൊണ്ട് പോസിബിൾ ആയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അത് ആത്മാവിൽ ഒരു ആത്മീയതയുടെ ഒരു ആഴത്തിൻ്റെ വിഷയമാണ്. ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് പോസിബിൾ ആയിരിക്കുന്ന കാര്യത്തെപ്പറ്റി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചില്ലേതോ അത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സാധിക്കും. നമ്മുടെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമുക്ക് ഉള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റും. അതിന് ആത്മീയ കാര്യങ്ങൾ പോലെയാണെങ്കിൽ പോലും അതിനകത്തൊക്കെ ചിലതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അസാധ്യമായ കാര്യങ്ങൾ, നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ, അത് നമുക്ക് ഒറ്റ കാര്യം അതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് എന്തോ ആവശ്യമാണ്? പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ പറയാം, നമ്മുടെ ദൈവം അവൻ സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് തുല്യനായി ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവൻ സകലത്തെ സൃഷ്ടിച്ച ദൈവമാണ്. എൻ്റെ ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ അസാധ്യമെന്നുള്ളൊരു വേർഡില്ല. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് എത്ര ഇമ്പോസിബിളായിട്ട് കാര്യം വേണമെങ്കിലും ചോദിക്കുവാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ മിക്കവാറും പറയാറുണ്ട്, നമ്മുടെ വാൺസിനെ അല്ല, നമ്മുടെ ഡിസയേഴ്സിനെ, നമ്മുടെ എല്ലാ ഈ ചിലർ പറയുന്ന പോലെ എന്തും ചോദിച്ചു അതല്ല പറഞ്ഞത്. പക്ഷെ നമ്മുടെ നീഡ്സിനെ ദൈവം ഫുൾഫിൽ ചെയ്യുമ്പോൾ തന്നെ ദൈവികമായ വിഷയത്തിൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളും നമുക്ക് ദൈവത്തോട് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കും. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. അല്ലേ? അതുകൊണ്ട് ഞാൻ നേരത്തെ ഇവിടെ എൻകറേജ് ചെയ്യുന്ന തരത്തില്ല, നമ്മുടെ പ്രെയർ ലിസ്റ്റിൻ്റെ അകത്ത് ഹല്ലേലൂയ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കണം. എൻ്റെ പ്രെയർ ലിസ്റ്റിൽ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ അസാധ്യമായത് ഉള്ളപ്പോൾ അതിനെ സാധ്യമാക്കി എൻ്റെ ദൈവം തരുമ്പോൾ നമ്മുടെ അകത്തൊരു വിശ്വാസം വർദ്ധിക്കും. എന്താണെന്നറിയാമോ? ഈ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്നുള്ളത് ഒരു തിയറിറ്റിക്കൽ നോളജ് അല്ല, അത് എവിടെയോ ആരോ പറഞ്ഞ ഒരു വസ്തുതയല്ല, അത് നമ്മുടെ അനുഭവമായി മാറുകയാണ്. ദാറ്റ് ബിക്കംസ് അവർ എക്സ്പീരിയൻസ്. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആയി മാറുമ്പോൾ അതിനെ വെല്ലുവിളിക്കുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. എൻ്റെ അനുഭവത്തെ വെല്ലുവിളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ പഠിച്ചതും ഞാൻ കേട്ടതും ഒരു പക്ഷേ നാളെ ഒരു യുക്തിവാദിയോ വേറെ ആരെങ്കിലും വന്ന് വെല്ലുവിളിച്ചാൽ ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാറ്റിയേക്കാം. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതിനെ മാറ്റിക്കളയുവാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. അവിടെയാണ് പഴയകാല പണ്ടൊക്കെ ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ ഇറങ്ങിത്തിരിച്ചവർ, അവർ വളരെ തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ നിന്നു. കാരണം ഹല്ലേലൂയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചപ്പോഴും അവർ സ്ട്രോങ് ആയിട്ട് നിന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അവർ അനുഭവിച്ചതൊരു കെട്ടുകഥയല്ലായിരുന്നു, അവർ ആരോ പറഞ്ഞതല്ല. അവരുടെ ജീവിതത്തിൽ ഈ ദൈവം നല്ലവനെന്ന്, ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമെന്ന്, സൗഖ്യമാക്കുന്നവനെന്ന്, വിടുവിക്കുന്നവനെന്നുള്ള ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ചിലർ പറയാറുണ്ട്, ദൈവം അത്ഭുതമൊന്നും ചെയ്യത്തില്ല. ദൈവത്തിന് സാധാരണ എന്താ കാര്യം പറയാം, നിങ്ങൾ ഇതുവരെയും ദൈവത്തിന് ഒരു അത്ഭുതം പ്രാർത്ഥിച്ചിട്ടില്ല. പണ്ടൊരു ദേവദാസൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇതുവരെ നീ പ്രാർത്ഥിച്ചിട്ട് പോലും നീ ചോദിച്ചിട്ടില്ല. നീ ചോദിക്കാതെ എങ്ങനെയാണ് ദൈവത്തെ പറ്റി പറയുന്നത്? ഹല്ലേലൂയ. എനിവേ, ഞാൻ വിഷയത്തിലേക്ക് അതൊരു സൈഡ് നോട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, 1-ാം നൂറ്റാണ്ടിലെ ആ സഭയുടെ കൂടെ ഒത്തിരി വാക്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യവും ഞാൻ മിക്കവാറും അതിനോടനുബന്ധിച്ചുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ദ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ്. ഇവിടെ പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ്സ് ആൻഡ് മൾട്ടിപ്ലൈ. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച് നമ്മൾ ആ വാക്യത്തിലേക്ക് പിന്നെ മടങ്ങി വരും. പക്ഷെ ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ച്. ദൈവവചനം മേൽക്കുമേൽ എന്തുകൊണ്ടിരുന്നു? പരന്നുകൊണ്ടിരുന്നു. ഈ വചനം പരക്കുന്ന വചനമാണ്. ഈ വചനം സ്പ്രെഡ് ആകുന്ന വേർഡാണ്. ഈ വചനം മൾട്ടിപ്ലൈ ആകുന്ന വചനമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വചനമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വിറ്റ്നസിങ് ബേസ്ഡ് ഓൺ ഗോഡ്സ് പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് അടിസ്ഥാനത്തിലുള്ള സാക്ഷ്യം, അതിനെപ്പറ്റിയാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർമ്മിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 11-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ചത് കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലുണ്ടായ വലിയ ദൈവപ്രവൃത്തി. കൊർന്നേല്യോസിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയും അവിടെ ഉണ്ടായ ദൈവപ്രവൃത്തിയെപ്പറ്റി വായിച്ചു. വചനം കേട്ടുകൊണ്ടിരുന്ന മേൽ പരിശുദ്ധാത്മാവ് വന്നു. അങ്ങനെ അവരെ എല്ലാം സ്നാനപ്പെടുത്തി. വളരെ ദൈവപ്രവൃത്തിയാണ്. എന്താണ് ദൈവപ്രവൃത്തി? ഇതുവരെയും റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്മ്യൂണിറ്റി, അതായത് ജെൻറ്റൈൽസ്, ഒഫീഷ്യലി
ഇതുവരെയും ദൈവസഭ യഹൂദന്മാരുടെ ഇടയിൽ ആ ദൈവപ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ പത്രോസിന് പ്രത്യേക ദർശനം കൊടുത്ത് ദൈവം കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് അയക്കുക. എന്ന് പറഞ്ഞാൽ കൊർന്നല്യോസിനും ദർശനം കിട്ടി, പത്രോസിനും ദർശനം കിട്ടി. ഇവർ രണ്ടുപേർക്കും ദർശനം കിട്ടിയില്ലായിരുന്നേ ഇത് പോസിബിൾ അല്ല. കാരണം ഒരു യഹൂദൻ ഒരു ജാതീയ വ്യക്തിയുടെ ഭവനത്തിൽ കടന്നു പോകുന്നതും അവിടെ ഇതൊക്കെ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ ദൈവം ദർശനം രണ്ടുപേർക്കും കൊടുത്തത് പോസിബിൾ ആക്കി. അല്ലെങ്കിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, മാനുഷികമായി ഇമ്പോസിബിൾ എന്ന് തോന്നുന്നതിനെ മാറ്റിമറിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം ദർശനങ്ങൾ കൊടുക്കുന്ന ദൈവമാണ്. നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയത്തില്ല, റസൽ സ്റ്റെൻഡേലിനെ പറ്റി നമ്മൾ അദ്ദേഹത്തെ കാണുകയും UMൻ്റെ കോൺഫറൻസിൽ കാണുകയും ഒക്കെ ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ ബുക്കൊക്കെ ഒരു നാൾ നമ്മൾ വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പല കാര്യങ്ങളിൽ ഒരു കാര്യമുണ്ടല്ലോ, ദൈവം തന്നെ ഉപയോഗിച്ചു 2 ഗാങ് ഗൊറില്ലാസും ഗവൺമെൻറ്റും തമ്മിലൊരു പീസ് ട്രീറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദൈവദാസിനെ ദൈവം ഉപയോഗിച്ചു. നമ്മളതിനെപ്പറ്റി നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൻ്റെ സ്റ്റോറി ഓർമ്മ? അല്ലെങ്കിൽ ഒരു അതിനെപ്പറ്റി ഒരു വീഡിയോ അല്ലെ മൂവി ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ അന്ന് ആ നാളുകളിലൊക്കെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചതാണ്. ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന് എന്തും ഹല്ലേലൂയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഹല്ലേലൂയ, കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വലിയ ദൈവപ്രവർത്തി നടന്നു. പക്ഷേ ഈ ദൈവപ്രവർത്തി നടന്നപ്പോൾ ഉണ്ടായ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ 11-ൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദിയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിശീലനക്കാർ അവനോട് വാദിച്ചു. ഇവിടെ പറയുന്നത്, when Peter went up to Jerusalem, the circumcision party criticized him, saying, "You went to an uncircumcised man and ate with them." And Peter began to explain. അപ്പോൾ യെരൂശലേമിൽ എല്ലാവരും, യൂദായി മുഴുവൻ അറിഞ്ഞു. എന്താണ് അറിഞ്ഞത്? ജാതികളും എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു. ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടപ്പോൾ ചില ആൾക്കാരുടെ പ്രശ്നം എന്താണ്? നമ്മുടെ ഉപദേശി എവിടെ പോയി? നമ്മുടെ ഉപദേശി ജാതികളുടെ ഇടയിൽ, അല്ലെങ്കിൽ അൺസർക്കംസൈസ്ഡ് മെൻ. അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മുടെ ആ ഇതിൽ പറ്റാത്ത, ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ എവിടെ പോയാലും ഒന്ന് ചിന്തിക്കും. എന്താണെന്നറിയാമോ? നേരത്തെ അത്രയും കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ചുകൂടെ പ്രശ്നമാണ്. നേരത്തെക്കാളും പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിറ്റിസിസം വരാൻ വളരെ ചാൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിറ്റിസിസം. ഒത്തിരി രസകരമായതാണെങ്കിൽ പോലും വളരെ ദുഃഖപരമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുക. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മറ്റു പല കാര്യങ്ങളും. നമ്മുടെ കാര്യമല്ല ഈ ഞാൻ പറഞ്ഞ ലോകത്തിൽ മുഴുവൻ ഈ ചെറിയ കാര്യങ്ങളുടെ മേൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് എവറി ഡേ വി ക്യാൻ സീ, നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇവർ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ വിറ്റ്നസ്സിങ് ബിയോണ്ട് ഓർഡിനറി, സാധാരണയ്ക്കപ്പുറത്തേക്കുള്ള അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഒരു കൂട്ടരുടെ ഇടയിൽ എന്തുണ്ടാക്കി? പത്രോസിനെ എന്ത് ചെയ്തു? പത്രോസിനെ എന്ത് ചെയ്തു? പത്രോസിനോട് വാദിക്കാൻ തുടങ്ങി. ഈ പത്രോസ് ആരാണ്? പത്രോസ് ഉപദേശി ആരാണ്? പത്രോസ് ഉപദേശി ഒരു അപ്പോസ്തലനാണ്. ഒറ്റ പ്രസംഗത്തിൽ എത്ര പേരാണ് രക്ഷിക്കപ്പെട്ട? പെന്തക്കോസ്ത് നാളിൽ 3000 പേര്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. നിഴൽ തട്ടി വരെ രോഗികൾ സൗഖ്യമായി. എല്ലാം ചെയ്തെങ്കിലും കാര്യത്തോടടുത്തപ്പോൾ പത്രോസ് ഉപദേശിക്കെതിരെ വാദം ഉന്നയിക്കാൻ തുടങ്ങി. ഇതാണ് പ്രശ്നം. പക്ഷേ ഒരു നന്മ അതിനകത്തുണ്ടായിരുന്നു. ഞാനതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പത്രോസ് അടുത്ത ചില വാക്യങ്ങളിലെല്ലാം മുമ്പോട്ട് വായിക്കാൻ അതൊന്നും സമയമില്ല. പത്രോസ് തൻ്റെ ആ പ്രവർത്തനത്തെപ്പറ്റി, താൻ എന്തുകൊണ്ട് അവിടെ പോയി, എങ്ങനെ പോയി, അവിടെ പോയി എന്താണ് സംഭവിച്ചത്, അതെല്ലാം താൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചു. 18-ാം വാക്യം ഒന്ന് വായിച്ചാൽ, എൻ്റെ 18-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. അവരത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഓർക്കണം, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തി. അവരുടെ ആ മനോഭാവത്തെ മാറ്റിയത് എന്താണ്? എന്താണ്? യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇത് ദൈവിക പദ്ധതിയാണ്. അവരെന്താ? സോ ദെൻ ഗോഡ് ഹാസ് ഗിവൺ റിപ്പൻറ്റൻസ് റിസൾട്ടിങ് ഇൻ ലൈഫ് ഈവൻ ടു ദ ജെൻറ്റൈൽസ്. ദേ ഗ്ലോറിഫൈഡ് ഗോഡ്. അവർ ദൈവത്തെ എന്ത് ചെയ്തു?
ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ഗാഡ്. ഇന്നാണെങ്കിൽ യെരൂശലേമിൽ 2 സഭയായേനെ. സർക്കംസിസ്ഡ് ഗ്രൂപ്പും പത്രോസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പ്. വി ഹാവ് കം ടു എ ടൈം ഇൻ ഹിസ്റ്ററി, നമ്മൾ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡെമോക്രസിയുടെ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നാം വന്നിരിക്കുക. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രീഡം അങ്ങ് കൂടിയിട്ട് ഇന്ന് ആർക്കും ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. അല്ലേ, ഞാൻ എൻ്റെ പക്ഷം ജയിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നുകിൽ എൻ്റെ വഴിക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ഡാമേജ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. ദൈവജനം, ദൈവമക്കൾ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ലൈഫിൽ വളരെ കെയർഫുള്ളായിരിക്കണം. കാരണം വളരെ ഒരു അങ്ങനെ നമുക്കറിയാം. ഞാൻ അതിൻ്റെ ഒന്നും എക്സാമ്പിൾസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. വെരി മച്ച് ഐദർ മൈ വേ ഓർ ഹൈവേ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിരിക്കുക. ദൈവജനത്തിന് മുമ്പിൽ താഴുവാൻ പലപ്പോഴും ജനത്തിന് കഴിയുന്നില്ല. ദൈവ പ്രവർത്തികളുടെ ആ ഒരു അനുഭവത്തെ മനസ്സിലാക്കി അല്ലെങ്കിൽ താഴുവാൻ പലപ്പോഴും പലർക്കും കഴിയാതെ പോകുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഇവരുടെ ഈ വാദം, അവർ പത്രോസിനെ ക്രിട്ടിസൈസ് ചെയ്തതിൽ ഞാനതിനകത്ത് തെറ്റൊന്നും പറയുന്നില്ല. കാരണം അവർക്കൊരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. അവരുടെ ട്രഡീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാർ ഒരു കാരണവശാലും കൊർന്നേലിയോസിനെ പോലുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിരുന്ന ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം നടക്കത്തില്ല. ദാറ്റ് ഈസ് ദർ ട്രഡീഷൻ. അവരുടെ ആ ഒരു പാരമ്പര്യമാണത്. അതിൻ്റെ റീസണിങ് അതായിരുന്നു. പക്ഷേ ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ഈ ജനം ഒരുക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി പിന്നെയും വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ ഓൾവേസ് റിമെമ്പർ, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ വിറ്റ്നസ്സിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ ഒരുപക്ഷെ നേരിടാം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രതിസന്ധി നേരിട്ടു. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു കാര്യമില്ലാത്തൊരു പ്രതിസന്ധി, ഒന്നും ഇവിടല്ല, ഞാൻ വേറൊരിടത്ത് പോയതിൻ്റെ വിഷയത്തിൽ. എനിക്കല്ല, എൻ്റെ ഒരു പ്രതിസന്ധിയല്ല. എന്നെ ഒരാൾ വിളിച്ചൊരു കാര്യം ചോദിച്ചു. ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവേ, പിശാച് എത്ര വിദഗ്ധനാ. നമ്മൾ എന്തെല്ലാം പരിപാടികളാണ് ചെയ്യുന്നത്, റൈറ്റ്? നമ്മളൊക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കുന്നതിലും വലിയ കാര്യങ്ങൾ അവൻ ഇത് ചെയ്യുന്നത്. നമ്മൾ ആത്മനിറവിൽ പല കാര്യങ്ങളും ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവൻ അതിനെ ഒതുക്കുവാൻ, അതിനെ തകർക്കുവാൻ അവൻ എന്തെല്ലാം തന്ത്രങ്ങളാണ് മെയ്യുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവിക ഉദ്ദേശത്തിന് അടിസ്ഥാനത്തിലുള്ള സാക്ഷ്യം വഹിക്കാനാണ് ആര് കടന്നുപോയത്? പത്രോസ് കടന്നുപോയത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരതിനെ അംഗീകരിച്ചു, അവരതിനെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മളായിരുന്നാലും ഒരു കാര്യം ഓർക്കണം. ഈ ദൈവവേലയ്ക്കും ദൈവപ്രവൃത്തിക്കും എതിരെ വരുന്ന പോരാട്ടങ്ങൾ, പ്രതിസന്ധികൾ, അത് എൻ്റെ കാരണം മറ്റൊന്നുമല്ല. തിരുവചനം നമ്മളെ പഠിപ്പിക്കും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ കൃപ നമുക്ക് കിട്ടിയാൽ നമ്മൾ ഒരുമാതിരിയൊക്കെ വിജയിക്കും. അല്ലെങ്കിൽ നമ്മൾ പിശാചിനോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം മനുഷ്യരോട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ആയുസ് നമ്മൾ കളയും. അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. എനിവേ, അപ്പോൾ ഒന്നാമത്, വിറ്റ്നസ്സിങ് ഇൻവൈറ്റഡ് ക്രിറ്റിസിസം, ബട്ട് പീപ്പിൾ ഗ്ലോറിഫൈഡ് ഗോഡ് വെൻ ദേ റിയലൈസ്ഡ് ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. അടുത്തത്, വിറ്റ്നസ്സിങ് ബൈ സ്കാറ്റേർഡ് പീപ്പിൾ, ചിതറിപ്പോയവരിൽ കൂടെ ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ പലവട്ടം പ്രസംഗിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫേവററ്റ് പോർഷനാണ് അപ്പോസ്തല പ്രവൃത്തി 11:19 മുതൽ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം. ഹല്ലേലൂയ. ആ കാലങ്ങളിൽ സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ പീഡനത്തിൽ അനേകർ എന്ത് ചെയ്തു? ചിതറിപ്പോയി. ദേ വർ സ്കാറ്റേർഡ്. സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞ് പലയിടങ്ങളിലെത്തി. സം പീപ്പിൾ റീച്ച്ഡ് ഫൊനീഷ്യ, സൈപ്രസ്, ആൻറ്റിയോക്ക്,
ആൻഡ് ദേ വർ ഓൾ സ്പീക്കിംഗ് ടു ദ ജ്യൂസ്. അവർ യഹൂദന്മാരോട് മാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അന്ത്യോക്യയിൽ ചെന്ന കൂട്ടരിൽ ചിലർ അവരെന്ത് ചെയ്തു? സൈപ്രസിൽ നിന്നും സൈറിനിൽ നിന്നും, അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വേണം വായിച്ച, 20-ാം വാക്യം ഒന്ന് വായിച്ച്. സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫെനീക്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. അവരിൽ ചിലർ സൈപ്രസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ പോയപ്പോഴത്തൊക്കെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. പക്ഷേ അവരിൽ ചിലർ എന്ത് ചെയ്തു? ഗ്രീക്സിനോടും ഗ്രീക്കായിട്ടുള്ള ആൾക്കാരോടും ഔട്ട് ഓഫ് നോറും ദേ പ്രൊക്ലെയിം ദ ഗോസ്പൽ. ഇന്ന് രാത്രിയിൽ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. യേശു കർത്താവ് ഈ ഭൂമിയിൽ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ റാംസം ഫോർ ഓൾ ഫസ്റ്റ് സർവീസിലെ മെസ്സേജിൽ നമ്മൾ ധ്യാനിച്ചൊരു കാര്യമാണ്. യേശു കർത്താവ് സകല മനുഷ്യരെയും വീണ്ടെടുക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നു. അവൻ്റെ രക്ഷ സൗജന്യമായി അവൈലബിൾ ആണ്. അത് അംഗീകരിക്കുന്ന ഏവർക്കും കർത്താവ് എന്ത് ചെയ്യുന്നു? രക്ഷ നൽകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന് പ്രിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഒരു പ്രത്യേക ആൾക്കാരെ കൂടുതൽ അത് നമ്മുടെയൊക്കെ ചിന്തയാണ്. അങ്ങനെയൊന്നുമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ചിലർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, അഹങ്കാരമുണ്ട്, നമ്മളെപ്പോലെ ആരാധിക്കുന്നവരാരുമില്ല, നമ്മളെപ്പോലെ വിശുദ്ധരാരുമില്ല എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. എൻ്റെ അനുഭവം എൻ്റെ അനുഭവമല്ല, ഞാൻ പറഞ്ഞത് പലയിടത്ത് യാത്ര ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, അങ്ങ് ചെല്ലുമ്പോൾ വി ആർ ഗോയിങ് ടു ഹാവ് എ ബിഗ് സർപ്രൈസ്. കാരണം ചിലയിടങ്ങളിൽ ഒരു പക്ഷേ നമ്മളെപ്പോലെ എല്ലാവർക്കും കൈകൊട്ടുന്നത്, പക്ഷേ വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥതയോടെ കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും കാണാൻ നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കല്ലേ വി ആർ സുപ്പീരിയർ, റൈറ്റ്? വി ആർ നോട്ട് സുപ്പീരിയർ വെൻ ഇറ്റ് കംസ് ടു ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ വിഷയത്തിൽ. കാരണം ഏതൊരിടത്തും ഏത് സ്ഥലത്തും അല്ലെ ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, ആ വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ ചില ജീവിതങ്ങളിൽ രൂപാന്തരം പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് 1-ാം നൂറ്റാണ്ടിലും കാണാൻ പറ്റുന്നുണ്ട്, ഇന്നും കാണാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം ചലഞ്ച് ചെയ്ത് ചോദിക്കാം. ഹല്ലേലൂയ. അതായത് വേറെ ഒന്നും കൊണ്ട് നിങ്ങളെ ചലഞ്ച് ചെയ്യുമല്ല, നമ്മുടെ തിങ്കിങ്ങിനെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറയാം. ഒരു ദൈവദാസൻ അല്ലെ ഒരു ചെറുപ്പക്കാരൻ, മലയാളം മാത്രം അറിയുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, ഒരു 3 വർഷം അല്ലെ 2 വർഷത്തെ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് തനിക്കറിയത്തില്ല, ഭാഷ അറിയത്തില്ല, അവിടുത്തെ ആഹാരം കഴിക്കുന്നത് അതിനെപ്പറ്റി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ഒരു മനുഷ്യരെ പോലും അറിയത്തില്ല. ട്രെയിൻ എടുത്ത് നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ട്, നോർത്ത് ഇന്ത്യയിൽ ഒരു പട്ടണത്തിൽ ചെന്ന്, ഹല്ലേലൂയ, ആരെയും അറിയാതെ ആരംഭിച്ച പ്രവർത്തനങ്ങൾ, അവിടെ പറഞ്ഞ സുവിശേഷം പറഞ്ഞത് ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇന്ന് 100 കണക്കിന്, ചിലത്ത് 1000-കണക്കിന് ജനങ്ങൾ കൂടുന്ന അല്ലെങ്കിൽ കൂടിവരവുകളായി മാറിയത്. അതിൻ്റെ കാരണം ഈ പോയ വ്യക്തിയുടെ കഴിവോ ഈ പോയ വ്യക്തിയുടെ ലാംഗ്വേജോ നോളജോ വിസ്ഡമോ ഒന്നുമല്ല, എന്നാൽ താൻ വഹിച്ചു കൊണ്ടുപോയ യേശുവും താൻ കൊടുത്ത സുവിശേഷത്തിൻ്റെ ശക്തിയും അതാണ് അനേകരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ വചനം പ്രൊക്ലെയിം ചെയ്യപ്പെടുമ്പോൾ ഒരു സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കും. ഇനി ഞാൻ ഒന്നും കൂടെ പറയാം, എല്ലാവരും റിജക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് വിറ്റ്നസ്സിങ്ങിൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ളത് നമ്മുടെ എബിലിറ്റി അല്ല. ഒന്നും കൂടെ പറയുന്നു, വിറ്റ്നസ്സിങ്ങിൽ നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ എബിലിറ്റി അല്ല, പക്ഷേ നമ്മളുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, നാം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതിലൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾക്കൊറ്റ പാർട്ടേ ഉള്ളൂ അവൈലബിൾ. വി ആർ അവൈലബിൾ, വി ഷുഡ് ബി അവൈലബിൾ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനു വേണ്ടി അവൈലബിൾ ആയിരിക്കണം. നമ്മൾ അവൈലബിൾ ആണെങ്കിൽ, നമ്മളതിനു വേണ്ടി വില്ലിങ് ആണെങ്കിൽ, നമ്മളതിനു വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാൻ റെഡി ആണെങ്കിൽ, ഹല്ലേലൂയ, പ്രവർത്തിക്കുന്ന ദൈവമാണ്.
പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ്, ഏത് മാസാന്തരത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു, പറ്റുമെങ്കിൽ താഴെ ഈ സെഷൻ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒത്തിരി ട്രാക്ട് നമ്മുടെ താഴെ ഇരിപ്പുണ്ട്, ഒരു 5-6 എണ്ണം വണ്ടിക്കകത്ത് എവിടെയെങ്കിലും വെച്ചേക്കണം. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഷോപ്പിങ്ങിനോ മാർക്കറ്റ് പ്ലേസിലോ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരെണ്ണം എടുക്കണം. ആരെങ്കിലും ഒരാളെ കണ്ട മിനിമം ഒരാളുടെ കൈ കൊടുത്താൽ, അല്ലെങ്കിൽ ഇനി ഒരാൾ എടുത്തില്ലെങ്കിൽ അടുത്ത ആരെങ്കിലും ഒന്ന് അപ്രോച്ച് ചെയ്ത് കൊടുത്തു, അത്രയും മാത്രം ചെയ്താൽ മതി. കൂടുതൽ ഇപ്പോൾ പിന്നെ അവസരം കിട്ടുവാണെങ്കിൽ ചെയ്തു, മിനിമം അത്രയെങ്കിലും ചെയ്താൽ അതിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി. കാരണം നമുക്കറിയാം, ഒരു ചായക്കടയിൽ പോയി എന്തോ ഒരു സാധനം മേടിച്ചപ്പോൾ അത് പൊതി തുറന്നപ്പോൾ അത് ഒരു ട്രാക്റ്റായിരുന്നു. ആരോ കൊണ്ട് കൊടുത്ത ട്രാക്റ്റ്, കടക്കാരൻ അത് എടുത്തത് പേപ്പറായതുകൊണ്ട് ഫ്രീ ആയിട്ട് അതിനകത്ത് പൊതിഞ്ഞ് കൊടുത്ത ആ സമോസ പോലുള്ള ഒരു സാധനം നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ, അത് തുറന്ന് അത് ആ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വായിച്ച് മാനസാന്തരപ്പെട്ടവരുണ്ട്. ഒരു സ്കൂട്ടറിൻ്റെ ബാക്കിൽ എഴുതിയിരുന്ന ഒരു ദൈവവചനം, ആത്മഹത്യ പോയ ഒരു വ്യക്തി സ്കൂട്ടറിൻ്റെ പുറകിൽ എഴുതിയിരുന്ന ഒരു വാക്യം, അതിൻ്റെ ബാക്കിലിട്ടിരുന്ന ഒരു വാക്യത്തിൻ്റെ സ്റ്റിക്കർ വായിച്ച് പിന്നെ യേശുവിനെങ്കിലേക്ക് കടന്നു വന്ന ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും ഈ സുവിശേഷത്തിൻ്റെ പവറും നമ്മുടെ ഇമാജിനേഷൻസിൻ്റെ അപ്പുറത്താണ്. അതുപോലെ അനുഭവമുള്ളവർ ഇവിടെ ഒരു പക്ഷേ കാണും ഇന്ന് രാത്രിയിലും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വി ഷുഡ് നോട്ട് ബി റിലൈങ് അപ്പോൺ അവർ സ്ട്രെങ്ത് വെൻ ഇറ്റ് കംസ് ടു വിറ്റ്നസിങ്. അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്ന വിഷയത്തിൽ നമുക്ക് നമ്മുടെ ശക്തിയിലല്ല. ഓൾ ദ യങ്സ്റ്റേഴ്സ്, ഓൾ ദ ചിൽഡ്രൻ ഹു ആർ ലിസണിങ് ടു, ലെറ്റ് മീ ടെൽ യു, വെൻ യു സ്പീക്ക് ദ വേർഡ്, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് യുവർ എബിലിറ്റി, നോട്ട് ബിക്കോസ് ഓഫ് യുവർ ഓൺ സ്ട്രെങ്ത്, ബട്ട് ദർ ഇസ് പവർ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദ ഗോസ്പൽ ഹാസ് ദ പവർ ടു ട്രാൻസ്ഫോം ആൻഡ് ചേഞ്ച് പീപ്പിൾസ് ലൈഫ്. ദാറ്റ്സ് വൈ ഐ വാണ്ട് ടു ടെൽ യു ദിസ് ഈവനിങ്, ഐ വിൽ നെവർ ബി അഷെയിംഡ് of the gospel, because gospel, this is the power of God for those who are being saved. Hallelujah. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, ഹല്ലേലൂയ, ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ലജ്ജിക്കേണ്ട കാര്യം ഇല്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ അന്ത്യോക്യയിൽ ദൈവത്തിൻ്റെ സഭ, അവിടെ ബർന്നബാസ് എത്തി. പിന്നെ അതിനെക്കുറിച്ച് ഇന്ന് രാത്രി ഇപ്പോൾ പറയുന്നില്ല. ബർന്നബാസ് വന്നു, ബർന്നബാസ് പോയി തൻ്റെ അവിടെ പിന്നെയും ആൾക്കാർ അനേകർ കർത്താവിങ്കിലേക്ക് വരാൻ ഇടയായി. അങ്ങനെ ബർന്നബാസ് പോയി തൻ്റെ ടീമിൽ ഒരാളെ കൂടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ശൗൽ. ശൗലിനെ കൂടെ ടീമിൽ ആഡ് ചെയ്തു. അങ്ങനെ അന്ത്യോക്യയിൽ ആദ്യമായിട്ട് അവർക്ക് പേര് കിട്ടി. എന്താണ്? ക്രിസ്ത്യൻസ്. അവരെ ആദ്യമായിട്ട് ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്നത് എവിടാണ്? അന്ത്യോക്യയിൽ. ഹല്ലേലൂയ. അന്ത്യോക്യയിൽ വിളിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. 29 വാക്യം കൂടെ, 29 കൂടെ ഒന്ന് വായിച്ചേ. 11:29. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഒരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. മതി. Each of the disciples according to his ability determined to send relief to the brothers and sisters who lived in Judea. ഒരു പ്രവാചകൻ, അഗബസ് എന്ന് പറഞ്ഞ പ്രവാചകൻ വന്ന് പ്രെഡിക്റ്റ് ചെയ്തു, there is going to be a famine throughout the Roman world. അത് സംഭവിച്ചു. പക്ഷേ ഇവിടുത്തെ ഈ സഭ അവരവരുടെ എബിലിറ്റി അനുസരിച്ച് അവർ കൊടുത്തു. They were a people who had a heart for helping others. മറ്റുള്ളവരെ സഹായിക്കുവാൻ ഹൃദയമുണ്ടായിരുന്ന ഒരു കൂട്ടമായിരുന്നു ഈ സഭ. ഇതെവിടുന്ന് തുടങ്ങിയതാണ് ഈ സഭ? സ്കാറ്റേഡ് പീപ്പിൾ, ചിതറിപ്പോയവരിൽ കൂടെ തന്നെ. വിറ്റ്നസിങ് ബൈ സ്കാറ്റേഡ് പീപ്പിൾ. അപ്പോൾ ഓർക്കണം, we are talking about witnessing beyond Jerusalem. ഒന്നാമത് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചു, witnessing can invite criticism, but it also can lead to glorification, giving glory to God. Witnessing by scattered people. A powerful move happened in Antioch. Antiochയിൽ അവിടെ എൻ്റെ 24 വാക്യത്തിലുണ്ട്, a large number of people were added to the Lord. Large number of people were added to the Lord. When did that happen? When the Holy Spirit was moving. When did that happen? When people were speaking the word of God. ജനം വചനം സംസാരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കരം അവിടെ വന്നപ്പോൾ, അവിടെ അനേകർ കർത്താവിങ്കിലേക്ക് വന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട് നമ്മളെപ്പറ്റി, സഭയെപ്പറ്റി. വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തീകരിക്കും. വിശ്വാസമുള്ളവർ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പണ്ട് ഒരു ദേവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, വാഗ്ദത്തങ്ങൾ എഴുതി വെക്കുക. ഫോർമുലയൊന്നുമല്ല, കാരണം പലപ്പോഴും നമ്മൾ മറന്ന് പോകാറുണ്ട്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഹല്ലേലൂയ, ആദ്യകാലത്തൊക്കെ പ്രവാചകന്മാർ വരുമ്പം പുതിയ കാര്യങ്ങൾ പറയുമായിരുന്നു. ഇപ്പോൾ ഒന്നും പുതിയതൊന്നും പറയാനില്ല, എല്ലാം പഴയതാണ് പറയുന്നത്. പ്രവാചകൻ്റെ കുഴപ്പമില്ല, നിങ്ങളോട് പറയാനുള്ളതെല്ലാം ദൈവം പറഞ്ഞു ഓൾറെഡി. പിന്നെന്ത് ചെയ്ത് ഓർമ്മിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ചിന്തിച്ച് നോക്കിക്കേ, എന്തെങ്കിലും പുതിയത് പറയുന്നുണ്ടോ? ഞാൻ അങ്ങനെ അധികം ചിലതൊക്കെ പറയും, പക്ഷേ അധികം ഒന്നും പുതിയത് വലുതായിട്ടൊന്നുമില്ല. ബാക്കിയൊക്കെ എന്താണ്? റിപ്പീറ്റാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇതുവരെയും വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഫുൾഫിൽമെൻ്റ് ആയിട്ടില്ല, നിവൃത്തിയായിട്ടില്ല.
പിന്നെയും ദൈവാത്മാവ് എന്തിനാ സംസാരിക്കുന്നത്? ഫുൾഫിൽ ആക്കാൻ, അല്ലെങ്കിൽ അതിനെ നിവർത്തീകരണത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ദൈവത്തിന് ഇപ്പോഴും പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പ്ലാൻ മാറിപ്പോയിട്ടില്ല. പലപ്പോഴും അവിടേക്ക് എത്താൻ തന്നെ കാരണം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു റിയലൈൻമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് വരെ എത്താൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ദൈവം നമ്മളോട്, ദൈവത്തിൻ്റെ പ്രോമിസസ് ആർ കണ്ടീഷണൽ. പലപ്പോഴും ദൈവം കണ്ടീഷൻ പറഞ്ഞിട്ടാണ് വാഗ്ദത്തം പറയുന്നത്. നമ്മൾ പലപ്പോഴും വാഗ്ദത്തത്തെ ഓർക്കാറുണ്ട്, കണ്ടീഷൻസ് ഓർക്കാറില്ല. വാഗ്ദത്തം പ്രാപിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, അതിൻ്റെ കണ്ടീഷൻസിനെ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, അല്ലേ? മകനെ, നിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നിന്നെ ഉപയോഗിക്കുന്ന പറയുമ്പോൾ തന്നെ പറയും, നീ ഇനിയും പ്രാർത്ഥനയിൽ ഉണരണം, നീ എൻ്റെ സന്നിധിയിൽ ജാഗരിക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമെന്നുള്ളത് ഓർക്കും, പക്ഷേ ജാഗരിക്കണം, പ്രാർത്ഥനയിൽ ഉണരണമെന്നുള്ള കാര്യം എന്ത് ചെയ്യത്തില്ല, നമ്മൾ അതങ്ങ് മിസ്സായിപ്പോവും. പിന്നെ അടുത്ത ആൾ പിന്നെ പറയുമ്പോൾ ഈ പ്രവാചകന്മാരൊന്നും ശരിയല്ല. കാരണം ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് പ്രവാചകൻ്റെ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല. ഹല്ലേലൂയ. ഞാൻ റിയൽ പ്രവാചകന്മാരുടെ കാര്യം, റിയൽ പ്രോഫസിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതിന് കുഴപ്പമല്ല. കുഴപ്പം എന്താണെന്നറിയാമോ? ഈ കണ്ടീഷൻസ് പലപ്പോഴും എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ചില കാര്യങ്ങൾ, മിക്കവാറും കാര്യങ്ങൾ കണ്ടീഷൻസ് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഓർക്കണം. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്തേ പറ്റത്തുള്ളൂ, അല്ലേ? ബിക്കോസ് ദിസ് മിനിസ്ട്രി ഈസ് എ സാക്രിഫിഷ്യൽ മിനിസ്ട്രി. സാക്രിഫൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് ഈസിയായിട്ട് കാര്യങ്ങൾ ഇവനിപ്പോൾ ഒരു കാര്യം പറയാം. ഏതൊരു പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ വില കൊടുക്കാൻ ആൾക്കാർ വേണം. അത് ദൈവം പല രീതിയിൽ അസൈൻ ചെയ്യുന്നത്, അതിന് വില കൊടുക്കണം. പക്ഷേ നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിൽ ഇരുന്നാൽ നമ്മുടെ ആയുസ് പാഴായി പോകും, ഒന്നും നടക്കത്തില്ല. പക്ഷേ അല്പമെങ്കിലും നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നമ്മൾ റെഡിയായാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഒന്നൊന്നായി വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും നമ്മൾ പിന്നെ നമ്മുടെ കംഫോർട്ടിലാണോ ഇരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഉറങ്ങിക്കിടക്കുന്ന ഏലിയാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏലിയാവ് നീ എഴുന്നേൽക്കണം, നിനക്ക് വലിയ ദൂരയാത്ര ചെയ്യാനുണ്ട്. പക്ഷേ ഏലിയാവ് പിന്നെ അവിടെ കിടന്നിട്ട്, കർത്താവെ ഞാനിവിടെ കിടന്നോളാം, നീ എന്നെ യാത്ര നടക്കുമോ? ഇല്ല. ഏലിയാവെ, നീ യാത്ര ചെയ്യുന്നതിന് എത്തേണ്ടടുത്ത് എത്തണമെങ്കിൽ നീ ഒരു യാത്ര ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയറായിട്ട് പറയാം. ഹല്ലേലൂയ. ചില സ്റ്റെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാതെ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയത്തില്ല. ചിലപ്പോൾ അത് ഒന്നും കാണാതെയായിരിക്കും, ചിലപ്പോൾ അത് വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകളായിരിക്കും, ചിലപ്പം അത് ഹല്ലേലൂയ പോസിബിലിറ്റീസ് ഇല്ലാത്തപ്പോഴുമായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ വാക്കിൻ്റെ മേൽ വലയെറിഞ്ഞാൽ ഹല്ലേലൂയ ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ഒന്നും കൂടെ പറയുന്നു, കർത്താവിൻ്റെ വാക്ക് കേട്ട് വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെച്ചാൽ ഒരിക്കലും നിന്നെ ലജ്ജിപ്പിക്കുന്നവനല്ല എൻ്റെ ദൈവം. ഹല്ലേലൂയ. നിൻ്റെ പടകിൽ നന്മകൾ ദൈവം നൽകും, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇനിയും അടുത്ത ഒരു വിഷയം കൂടെ, അടുത്ത ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, ഹെരോദ രാജാവ്, ദ കിങ് ഹെരോഡ് എന്ത് ചെയ്തു? യാക്കോബ് അപ്പോസ്തലനെ എക്സിക്യൂട്ട് ചെയ്തു, വാളാൽ എക്സിക്യൂട്ട് ചെയ്തു. യോഹന്നാൻ്റെ സഹോദരനായിരുന്ന യാക്കോബ് അപ്പോസ്തലനെ. അവിടെ അത് യഹൂദന്മാർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയത് കൊണ്ട് പത്രോസിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്താണ്, പത്രോസിനെയും എന്ത് ചെയ്യാൻ വേണ്ടിയാ? കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ തീർക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സഭ ആ സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? 5-ാം വാക്യം, സോ പീറ്റർ വാസ് കെപ്റ്റ് ഇൻ പ്രിസൺ ബട്ട് ദ ചർച്ച് വാസ് പ്രേയിങ് ഫെർവൻ്റ്ലി ടു ഗോഡ് ഫോർ ഹിം. അങ്ങനെ എന്താ വന്നിരിക്കുന്നത്? സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, ഹല്ലേലൂയ, പത്രോസിനെ ദൈവം ദൂതനെ അയച്ച് വിടുവിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അതിനകത്ത് എക്സ്പ്ലനേഷനൊന്നും പോകുന്നില്ല. ദൂതനെ അയച്ച് വിടുവിച്ചു. പത്രോസും 1-ാം വാതിലും 2-ാം വാതിലും ഒക്കെ കടന്ന് പത്രോസ് എന്ത് ചെയ്തു? പുറത്ത് വന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ കൂട്ടത്തിൽ പോയിട്ട് പോലും അവർ കതവ് തുറക്കാൻ ആദ്യമേ റെഡിയല്ലായിരുന്നു. പത്രോസ് ഉപദേശിച്ച് വന്നിട്ടുണ്ടെന്ന് പോയി പറഞ്ഞവരെടുക്കാൻ അവർ പറഞ്ഞ് എന്താണ്, ആ കൊച്ചിനോട് എന്താ പറഞ്ഞേ? ആ കൊച്ചിനോട് പറഞ്ഞു, നിനക്കെന്തോ? ആ കൊച്ച് സന്തോഷം കൊണ്ട് ഗേറ്റ് തുറക്കും, കാരണം പ്രാർത്ഥനയുടെ ഉത്തരം വന്നല്ലോ എന്ന് പറഞ്ഞ് ആശീർവാദം പറയാൻ സമയമായെന്നും പറഞ്ഞ് വന്നപ്പോഴും അവൾ പോയി പറഞ്ഞപ്പം അവരോടെന്താ, യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ്. അതാ
15-ാം വാക്യത്തിൽ പറയുന്നത് യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ്. കാരണം നമ്മളിത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനിങ്ങനെ ചിന്തിക്കാമെന്നു, എൻ്റെ ഒരു മനസ്സിൽ വന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ മനസ്സിലൊരു, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവരുടെയൊക്കെ ഒരു ഇമാജിനേഷനുണ്ട്. നമുക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു നമ്മൾ തന്നെ സൊല്യൂഷൻ ചെയ്യുന്നവരാണ്, നമ്മളൊക്കെ പരിഹാരമുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പം ഇവരുടെ ചിന്ത നാളെ പത്രോസിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒന്നെങ്കിൽ കർത്താവേ ഹെരോദാവിൻ്റെ മനസ്സ് മാറണം, അല്ലെങ്കിൽ അവിടെ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഈ കൊച്ചു വന്ന് പത്രോസ് വെളി നിൽക്കുന്നത്, രാത്രി പത്രോസ് വെളി വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ദേ ആർ സേയിങ് യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ്. റൈറ്റ് അല്ലേ? മലയാളത്തിൽ എന്താ പറഞ്ഞേ? നിനക്ക് ഭ്രാന്താ. ഓക്കെ, യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ്. നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ച്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം എങ്ങനെ സൊല്യൂഷൻ നൽകുന്നതെന്ന് നമുക്കൊരു പക്ഷേ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വി മേ നോട്ട് ബി ഏബിൾ ടു പ്രൊഡിക്റ്റ് ഹൗ ഗോഡ് ഈസ് ഗോയിങ് ടു വർക്ക് ഓൺ അവർ പ്രെയർ മാറ്റേഴ്സ്. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അത് അംഗീകരിക്കാൻ റെഡിയല്ലായിരിക്കും. പത്രോസിനെ വിടുവിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ദൂതനെ അയച്ച് രാത്രി തന്നെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്നായിരുന്നു. അതൊരു പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണെങ്കിലും ദൈവം അത് ചെയ്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് കുറേ ഇമാജിനേഷനുണ്ട്. കർത്താവ് ഇങ്ങനെ നടക്കണം, ഇത് ഇങ്ങനെ നടക്കണം, പല പല പ്ലാൻസ് ഉണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്കെല്ലാം കാര്യങ്ങളും എഴുതി പ്ലാൻ ഔട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. റീസെൻ്റ്ലി ഐ വാസ് ടോക്കിംഗ് ടു സംബഡി. ഞാൻ പറഞ്ഞു, ഓൾ പ്ലാൻസ് ക്യാൻ ബി ഡെമോളിഷ്ഡ്. അവൻ പറഞ്ഞു, ശരിയാ, മെനി ടൈംസ് ഐ മേക്ക് ലോട്ട് ഓഫ് പ്ലാൻസ് ബട്ട് ഇറ്റ് ഓൾ ഗെറ്റ്സ് ഡിസ്ട്രപ്റ്റഡ്. ശരിയാ, ലോകത്തിൽ നമ്മൾ എത്ര പെർഫെക്റ്റ് പ്ലാൻസ് ഉണ്ടാക്കിയാലും അത് ഡിസ്ട്രപ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു വിശ്വാസം വേണം. ഹല്ലേലൂയ, എന്താണ്? ദൈവം പ്രവർത്തിക്കും. അത് നമ്മുടെ ഇമാജിനേഷൻ അല്ലായിരിക്കാം, പക്ഷെ ദൈവം പ്രവർത്തിക്കും. സോ ചർച്ച് വാസ് പ്രേയിങ്, പീറ്റർ കെയിം ഔട്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഹെരോദ് രാജാവിൻ്റെ അല്ലെങ്കിൽ കിങ് ഹെരോദിൻ്റെ പദ്ധതിയെ ദൈവം പൊളിച്ചു. കാരണം ഹല്ലേലൂയ, അവൻ്റെ ഉദ്ദേശം പത്രോസിനെ എന്തുവേണം? തീർക്കണമെന്ന. ഇന്ന് രാത്രി ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഹല്ലേലൂയ, ഓർമ്മിപ്പിക്കുന്നു, ഹല്ലേലൂയ, ദൈവിക ഉദ്ദേശം പത്രോസിനെ പറ്റിയുള്ളത് തീരാതെ വണ്ണം ഒരു ഹെരോദാവിൻ്റെയും തന്ത്രം പത്രോസിൻ്റെ മേൽ ഫലിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. I would say like this, witnessing cannot be hindered by a king's plot. ഈ കിങ് ആണ് ആരാണ്? ഈ രാജാവ് ആരാണ്? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ, ഇന്ത്യയിലും മറ്റ് പലയിടങ്ങളിലും, ഇന്ത്യ മാത്രമല്ല പലയിടങ്ങളിലെ സാഹചര്യങ്ങൾ കേൾക്കുമ്പോൾ, ഒരു പക്ഷേ രാജ്യം ഭരിക്കുന്ന രാജാവ് തന്നെ ഹല്ലേലൂയ പേഴ്സണലി ഒരു പ്ലാൻ ഉണ്ടാക്കിയാലും ആ രാജാവിൻ്റെ പ്ലാനിനെ പൊളിക്കുവാൻ, അവൻ്റെ പദ്ധതികളെ പൊളിക്കുവാൻ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തി അയക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്നുള്ള ആഴമേറിയൊരു വിശ്വാസം നമുക്ക് ഇന്ന് രാത്രിയിൽ ഉണ്ടായിരിക്കണം. ദൈവം എത്ര പേര് സ്തോത്രം ചെയ്യും. ഇന്ത്യയിൽ ഭരണാധികാരികൾ ഒരുപക്ഷെ പ്ലാൻ ഉണ്ടാക്കിയാലും, അവർ ഗൂഢാലോചന ചെയ്താലും, അവരെന്ത് ചെയ്താലും, ദൈവദാസന്മാരെ അടിച്ച് ജയിലിലിടാൻ പ്ലാനുകൾ ഇട്ടാലും, ഹെരോദാവിൻ്റെ ആ പദ്ധതിയെ പൊളിച്ചവനായ എൻ്റെ ദൈവം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നു? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ദൂതനെ അയച്ച് ദൈവം വിടുവിച്ചു. പത്രോസിനെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ സ്തേഫാനോസിൻ്റെ വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, മാനുഷികമായി ചിന്തിച്ചാൽ നമുക്ക് പിന്നെയും ചിന്തിക്കാം, കർത്താവേ, യാക്കോബ് അപ്പോസ്തലനെ എന്തുകൊണ്ട് നീ വിടുവിച്ചില്ല? അതിനുത്തരം നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ചോദിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഹല്ലേലൂയ, പത്രോസിനെ തൊടുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഹെരോദാവ് പവർഫുള്ളാണ്, ഹെരോദാവ് അധികാരമുള്ളവനാണ്, അവൻ്റെ കയ്യിൽ അധികാരത്തിൻ്റെ ചെങ്കോലുണ്ട്, അവൻ്റെ കയ്യിൽ അധികാരമുണ്ട്, അവന് പട്ടാളമുണ്ട്, സൈന്യമുണ്ട്, എല്ലാമുണ്ട്. പത്രോസിൻ്റെ കയ്യിൽ ആരുമില്ല. പക്ഷെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട വ്യക്തികളും അവന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഹല്ലേലൂയ ഒരു രാജാവല്ല, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായതുകൊണ്ട് ഹല്ലേലൂയ ഒരു ഹെരോദാവിൻ്റെ പദ്ധതികൾ പൊളിഞ്ഞു, പത്രോസ് പുറത്തു വന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ചോദിച്ചാൽ അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും ഹല്ലേലൂയ ഉന്നതനും ശാശ്വതവാസിയും ഹല്ലേലൂയ അവൻ മഹത്വത്തിൽ വസിക്കുന്നവനാണ്. അവന് തുല്യനായ ആരുമില്ല.
ഇന്ന് രാത്രിയിൽ ആ ഒരു വിശ്വാസത്തോട് വേണം ദൈവമക്കൾ വാക്ക് ചെയ്യുവാൻ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു മെൻറ്റാലിറ്റി അല്ല, ഹല്ലേലൂയ, എല്ലാം തകർന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരത്തില്ലെന്നല്ല, ഹല്ലേലൂയ, ദുഃഖം വരത്തില്ലെന്നല്ല, നിരാശകൾ വരത്തില്ലെന്നല്ല. എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നമ്മളെ നിറച്ച്, ഹല്ലേലൂയ, നമ്മളെ ജയോത്സവമായി നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് ഹല്ലേലൂയ, മിനസോട്ടയിലാണെന്നുള്ളത് വിഷയമല്ല, മിനിയാപോലിസിലാണോ അല്ല നമ്മൾ ഈ സ്റ്റേറ്റിലാണെന്നുള്ളത് വിഷയം, അമേരിക്കയിലാണ് വിഷയമല്ല, ഇനി ആഫ്രിക്കയിലാണെന്നുള്ളതും വിഷയമല്ല. എവിടെ നമ്മളെ ദൈവം കൊണ്ടുപോയാലും, എവിടെ നമ്മളെ ദൈവമാക്കിയാലും, ഹല്ലേലൂയ, ക്രിസ്തയേശുവിൽ നമ്മളെ അവൻ ജയോത്സവമായി നടത്തുവാൻ ശക്തനായതുകൊണ്ട് ഹല്ലേലൂയ, അധൈര്യപ്പെട്ടു പോകാതെ ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഒരു രാജാവിൻ്റെ ദൈവത്തിൻ്റെ വിറ്റ്നസിങ്ങിനെ തകർക്കാനുള്ള പദ്ധതിയെ ദൈവം തന്നെ പൊളിച്ചു, ദൂതനെ അയച്ച് പൊളിച്ചു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി പിന്നെയും ദൈവം അയക്കും. അപ്പോൾ ഈ സുവിശേഷത്തെ എന്തു ചെയ്യാൻ പറ്റത്തില്ല, ഹല്ലേലൂയ, പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ഈ എതിരായി എഴുന്നേറ്റവനാണ് ആളായിരുന്നു ഹെരോദ. കാരണം ഹെരോദ യാക്കോബ് അപ്പോസ്തലനെ വിളിച്ചപ്പം യഹൂദന്മാർക്ക് സന്തോഷം, അവന് പൊളിറ്റിക്കൽ ഗെയിൻ കിട്ടി, പൊളിറ്റിക്കൽ മൈലേജ് കിട്ടി, പുള്ളിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണ് പത്രോസിനെ ഒതുക്കാൻ നോക്കിയത്, പക്ഷെ പത്രോസിൻ്റെ കയ്യിൽ നിന്ന് പോയി അത്. അങ്ങനെ ഈ പുള്ളിയുടെ അന്ത്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹെരോദാവിനെ പറ്റി ജനമെല്ലാം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ഈ ഹെരോദാവ് ആരായിരുന്നു? പാവം പിടിച്ച, ഒരു ദോഷവും ചെയ്യാത്ത, സുവിശേഷം മാത്രം പ്രസംഗിച്ച യാക്കോബ് ഉപദേശിയെ വാളിനാൽ കൊല്ലപ്പെടുത്തിയവൻ, പത്രോസിനെ കാരാഗൃഹത്തിലിട്ട് കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ടവൻ. പുള്ളിക്ക് മാനുഷികമായി പറഞ്ഞാൽ ഹി ഹാസ് ഓൾ ദ പവേഴ്സ്. അവനെ തൊടുവാൻ ആർക്കും മാനുഷികമായി ഒരു പക്ഷെ കഴിയത്തില്ല. അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹെരോദാവ് ഒരു പ്രസംഗം പ്രസംഗിച്ചു. അവൻ്റെ റോയൽ റോബ്സും സിംഹാസനവും എല്ലാ പ്രതാപങ്ങളിരിക്കുമ്പോൾ അവൻ്റെ പ്രസംഗം കേട്ടിട്ട് ജനം മുഴുവൻ പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ദൈവത്തിൻ്റെ ശബ്ദം. ഇറ്റ് ഈസ് ദ വോയിസ് ഓഫ് ഗോഡ് ആൻഡ് നോട്ട്. അപ്പോൾ അപ്പോഴത്തേക്കിന് ഹെരോദാവിന് എന്തോ തോന്നി, പുള്ളി എന്തോ ആയെന്നുള്ളൊരു തോന്നൽ. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നില്ല, മഹത്വം കൊടുക്കായികയാൽ ദൈവത്തിൻ്റെ ദൂതൻ അവനെ സ്ട്രൈക്ക് ചെയ്തു, അടിച്ചു. അവൻ കൃമിക്കിരയായി മരിച്ചു. ദൈവം ഒരു കാര്യം ഓർക്കണം, നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം, എടാ യാക്കോബ് അപ്പോസ്തലനെ വെട്ടാൻ ഓർഡർ ഇട്ടപ്പോഴത്തേന് തന്നെ ദൂതൻ അടിച്ചാൽ പോരായിരുന്നോ? അടിച്ചില്ല. പത്രോസിനെ കാരാഗ്രഹത്തിട്ടപ്പോഴും അന്ന് ഹെരോദാവ് മരിച്ചിരുന്ന ചിലപ്പോൾ പത്രോസിന് അങ്ങനെ വേണമെങ്കിൽ വെളിയിൽ വരാം. അന്നേരമൊന്നും ദൈവം അന്നേരം എല്ലാം പല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഈ ഒരു പ്രത്യേക സാഹചര്യമായപ്പോൾ സുവിശേഷത്തിനെതിരായി നിന്നവനെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അടിച്ചു. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം മനസ്സിലാക്കണം. സുവിശേഷ പ്രവർത്തനത്തിൽ ഫീൽഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം പരാജയമാണ്, പരാജയപ്പെട്ടു പോയി, പ്രാർത്ഥന കേട്ടില്ല. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുതേ, നമ്മുടെ ദൈവത്തെപ്പറ്റി പറയുന്നത് അവൻ നീതിമാനാണ്, അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. അല്പസമയത്തേക്ക് നീതി ലഭിച്ചില്ല, നീതി നിഷേധിച്ചെന്ന് നമുക്ക് തോന്നിയാലും അല്ലെങ്കിൽ അവൻ്റെ കോടതിയിൽ നീതിയോട് അവൻ ന്യായം വിധിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസന്മാരെ തൊടുന്നവരും ദൈവദാസന്മാരെ ആവശ്യമില്ലാതെ ഹല്ലേലൂയ പീഡിപ്പിക്കുന്നവരും ഒരു പക്ഷേ അല്പസമയത്തേക്ക് അവർ ജയിച്ചു, നമുക്കും തോന്നിയേക്കാം അവരങ്ങ് ജയിച്ചു പോവുകയാണല്ലോ എന്ന് ഒരു പക്ഷേ തോന്നിയാലും ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഹല്ലേലൂയ, ദൈവത്തിന് ഒരു നിമിഷം മതി അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ. ഒരു നിമിഷം.
പിന്നെ ദൈവം എന്തിനെ അനുവദിക്കുന്നത് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ദൈവിക പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ പർപ്പസ് ഇസ് ദെയർ. ഹെറോഡ് ഡൈഡ്, ഹി വാസ് ഈറ്റൻ ബൈ വോൺസ്. എന്നാൽ നമുക്ക് സന്തോഷം കൊണ്ടുവരുന്ന ഒരു വാക്കാണ് അടുത്തത്. ബട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ് ആൻഡ് മൾട്ടിപ്ലൈഡ്. അതിൻ്റെ 24-ാം വാക്യം ഒന്നും കൂടെ വായിച്ചേ. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ. അപ്പോൾ ദൈവവചനത്തെ തടയുവാൻ, ദൈവിക പദ്ധതിക്കെതിരെ എഴുന്നേറ്റവൻ, അവൻ ദൈവത്തിൻ്റെ ന്യായവിധിക്കിരയായി കൃമി കടിച്ച് മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം സ്പ്രെഡ് ചെയ്യുകയാണ്, മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, സ്പ്രെഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വി ഡോണ്ട് ഹാവ് ടു ഫീൽ ഡിഫീറ്റഡ്. പരാജയപ്പെട്ടു പോയി എന്നാരും ചിന്തിക്കരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫാക്സ് മിക്സ്ഡപ്പ് ആകുന്നില്ലെങ്കിൽ ഒരിടത്ത് നിന്ന് ട്രാക്റ്റ് കൊടുത്തതിൻ്റെ പേരിൽ 2 പേരെ, ഒരു പാസ്റ്ററും ഒരു വിശ്വാസിയെയും ജയിലിലിട്ടു. ഇന്നും ജയിലില്ല. വേറെ ഒരു ദേവദാസൻ്റെ ഒരു ടെസ്റ്റിമണി വന്നു. അദ്ദേഹം ദീർഘവർഷങ്ങൾ ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്നതാണ്, ബെയിൽ കിട്ടി. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണി ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നി. രസകരമല്ല, നല്ലൊരു അത്ഭുതകരമായി തോന്നി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ബെയിൽ പെറ്റീഷൻ, അദ്ദേഹത്തിൻ്റെ കേസ്, എനിക്ക് അദ്ദേഹം ഏകദേശം 5 വർഷം ജയിലിൽ കിടന്നു. 5 വർഷം, 3 to 5 years എങ്കിലും മിനിമം കിടന്നു. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് മിക്സപ്പ് ആയെങ്കിലും മിനിമം 3 or 5 years ഉത്തർപ്രദേശിൽ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഹിയറിങ്ങിന് ഡേറ്റ് കൊടുക്കത്തില്ല, എപ്പോൾ കൊടുത്താലും അവർ ഡിലേ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം പെട്ടെന്ന് ഒരു ഡേറ്റ് കിട്ടി. പെട്ടെന്ന് അവിടെ ചെന്നു. ആ ജഡ്ജ്, അദ്ദേഹം റിട്ടയർ ആകാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ചില ദിവസങ്ങൾക്കകം റിട്ടയർ ആകാൻ പോവുകയാണ്. അദ്ദേഹം എല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യട്ടെ, ഒരു നിരപരാധിയെ ഞാൻ വിടട്ടെ, പ്രൂഫ് ഒന്നുമില്ല, തെളിവൊന്നുമില്ല, കുറ്റം ഇവനില്ല എന്ന് പറഞ്ഞ കേസ് കംപ്ലീറ്റ് ഡിസ്മിസ് ചെയ്തു. ആ ജഡ്ജി ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരനൊന്നുമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം അവൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിനിരിക്കുന്നു. ഒരിക്കൽ കൂടെ പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം അവൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിനിരിക്കുന്നു. ഏത് വ്യക്തിയെയും തൊടുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര ഉന്നതനാണെങ്കിലും, എത്ര ശ്രേഷ്ഠനാണെങ്കിലും, എത്ര വലിയവനാണെങ്കിലും അവനെ തൊടുവാൻ ദൈവത്തിന് കഴിയും. ഇല്ല, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ അവനെ അടിക്കുവാനും എൻ്റെ ദൈവത്തിന് കഴിയും. ആരെയും അടിക്കണമെന്ന് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നു, ദൈവവചനത്തെ ബന്ധിക്കുവാൻ, സുവിശേഷത്തെ ഹല്ലേലൂയ ഒതുക്കിക്കളയുവാൻ, സുവിശേഷകന്മാരെ ഹല്ലേലൂയ ഇല്ലാതാക്കുവാൻ, ഹല്ലേലൂയ ഹെരോദാവിനെ പോലെ രാജാക്കന്മാർ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വചനം ബന്ധിക്കപ്പെടത്തില്ല, ഈ വചനത്തെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. 2000-ൽ പരം വർഷമായിട്ട് ഈ സുവിശേഷം ഇന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പല എക്സാമ്പിൾസ് പറഞ്ഞു. 100 കണക്കിന് ജനം ഒറ്റ സ്നാന ശുശ്രൂഷ സ്നാനപ്പെടുന്നതിനെ പറ്റി. എവിടെ ഏറ്റവും കൂടുതൽ പ്രതികൂലമുള്ളിടത്ത്. പോട്ടെ, അമേരിക്കയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ലൊക്കേഷനും സ്ഥലങ്ങളും ഒന്നും പറയുന്നില്ല. ICPFൻ്റെ ഒരു നോൺ ബിലീവേഴ്സിൻ്റെ ക്യാമ്പ് നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം ഒരിടത്ത് നടന്നൊരു ക്യാമ്പിൽ ടോട്ടൽ നോൺ ബിലീവേഴ്സിൻ്റെയാണ്. ആ ക്യാമ്പിൻ്റെ റിസൾട്ടായിട്ട് വന്ന നാളെ 4 അമേരിക്കയിലൊരു സ്ഥലത്ത് 4 നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള 4 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നാളെ സ്നാനപ്പെടാൻ പോയ നാളെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഈ സുവിശേഷത്തിൻ്റെ ശക്തിയുണ്ട്. നോൺ ബിലീവേഴ്സ്,
അത് വേറെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരുടെ കാര്യമല്ല ഈ പറയുന്നത്. അത് ചെയ്തത് ഏത് പ്രസ്ഥാനമാണ്, അവർ പോകുന്ന ചർച്ചോ, അതൊന്നുമല്ല പ്രാധാന്യം. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റൊരു കാര്യമുണ്ട്. വളരെ എഫേർട്ട് എടുത്ത്, വളരെ സ്ട്രഗിൾ, വളരെ ചലഞ്ചസ്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പസ് മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഓടുന്നവർക്കറിയാം ഒത്തിരി ചലഞ്ചിങ് ആണ്, ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഇറ്റ്സ് നോട്ട് ഈസി. എനിക്കറിയാം, ഞാൻ ആദ്യമേ തന്നെ അവരോട് പറഞ്ഞിരുന്നു, ദിസ് നോട്ട് ആൻ ഈസി, യു നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു സംതിങ് വിച്ച് ഈസ് ഈസി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വിശ്വസ്തയോടെ നാം ചെയ്യുന്നുവെങ്കിൽ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ഇവിടെ വന്ന്, ഞാനൊരു സിമ്പിളായിട്ട് പറയാം, ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നിൽക്കാറുണ്ട്, എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, ഇന്നും ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ചയിലും ഹല്ലേലൂയ പ്രവർത്തനത്തിൻ്റെ ഇമ്പാക്റ്റ് പലയിടത്തും അനേകർ കഴിഞ്ഞ ആഴ്ചയിലും ഒരിടത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ കടന്നു വരാൻ ദൈവം അവസരമൊരുക്കി. ഞാനിവിടെ ആയിരുന്നു, എൻ്റെ കാര്യമല്ല പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, പല ടെസ്റ്റിമണീസ് കേൾക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാകാം. ഒന്നും കൂടെ പറയുന്നു, ഈ വചനത്തെ ബന്ധിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദിസ് ഈസ് എ സ്പ്രെഡിങ് വേർഡ്. ഇത് ജനത്തെ വിടുവിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. പത്രോസ് പറയുന്നുണ്ട്, കാര്യമുണ്ട്, പാപികളിൽ പ്രധാനിയായിരുന്ന എന്നെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, വിടുവിച്ച ദൈവത്തിൻ്റെ ആ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് പേഴ്സണലി പറയാൻ പറ്റും, ഈ വിശ്വാസത്തിൽ കടന്നു വരുവാൻ ഒരു സമയത്ത് സാധ്യതകൾ വളരെ കുറവായിരുന്നു. എങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ വചനം എടുക്കുവാനും ഈ വചനം കൊണ്ട് നടക്കുവാനും ഒക്കെ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി. പലപ്പോഴും അതെനിക്കൊരു വലിയ കോൺഫിഡൻസാണ്. എത്ര ടഫായിട്ട് നിൽക്കുന്നവരും, എത്ര എതിർക്കുന്നവരെയും, എത്ര ഹല്ലേലൂയ എതിർപ്പ് പറയുന്നവരെയും ദൈവത്തിന് മാറ്റുവാൻ കഴിയും. നമ്മുടെ സഹോദരൻ ഡാനിൻ്റെ വൈഫ്, നമുക്കറിയാം, അദ്ദേഹം 2020 ഹല്ലേലൂയ മുതൽ നമ്മുടെ ചർച്ചിൽ വന്നു. 22 ലേറ്റർ 20 സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ. ഇത്രയും വർഷം റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് വരാൻ തുടങ്ങി. കഴിഞ്ഞ വെനസ്ഡേ മുതൽ ബാപ്റ്റിസം ക്ലാസ്സിന് വന്നു. ഇതുവരെ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല, കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. പല ചലഞ്ചസാണ്. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട് പല ചലഞ്ചസാണ്. പക്ഷേ ഹല്ലേലൂയ, ഞാൻ അത് വേറെ ഒന്നും പറയുകയല്ല, മാറ്റം വരുത്തിയെങ്കിൽ ആരെയും ദൈവത്തിന് മാറ്റുവാൻ കഴിയും. ഇന്നും ദൈവത്തിൻ്റെ പ്രവർത്തനം നടന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉണരാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരണം നമ്മുടെ കാന്തൻ വരാറായി. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം. പക്ഷേ അപ്പോൾ തന്നെ അനേകരെ ഒരുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അനേകരെ ഈ സത്യത്തിലേക്ക് നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ സുവിശേഷത്തിൻ്റെ ശക്തി, ഈ വിറ്റ്നസ്സിങ്ങിനെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരു പക്ഷേ ക്രിറ്റിസിസം വന്നാലും അത് മഹത്വത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് കഴിയും. സ്കാറ്റേഡ് പീപ്പിൾ ആണെങ്കിലും അവരിൽ കൂടെ വിറ്റ്നസ്സിങ് ദൈവം കണ്ടിന്യൂ ചെയ്യാൻ ദൈവം ശക്തനാണ്. ഒരു രാജാവ് എതിരെ എഴുന്നേറ്റാലും ആ രാജാവിൻ്റെ പദ്ധതിയെ പൊളിക്കാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എന്നാൽ ആരെല്ലാം പ്രതികൂലമായി വന്നാലും ദിസ് ഈസ് സംതിങ് വിച്ച് സ്പ്രെഡ്സ് ആൻഡ് മൾട്ടിപ്ലൈ. ഇത് പറക്കുന്ന ദൈവജനമാണ്, ഇത് മൾട്ടിപ്ലൈ ആകുന്ന ദൈവജനമാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഒരു പക്ഷേ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമുക്കറിയാവുന്നവർ, ഒരു പക്ഷേ കർത്താവിന് ഇതുവരെ അറിയാത്ത പ്രിയപ്പെട്ടവർ, നമുക്കൊരു ഇന്ന് രാത്രി ഒരു വിശ്വാസം, നമ്മുടെ പ്രാർത്ഥനയിൽ നാം അടുത്തു പോകാതെ അല്ലെങ്കിൽ ഒന്നും കൂടെ കാരണം നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, എന്നാൽ ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ മഹാദയാണ്, ദൈവത്തിൻ്റെ മഹാകരുണയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിടുവിച്ചെങ്കിൽ ദൈവം അനേകരെ വിടുവിക്കും. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നെ നിൻ്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കുന്നു, ഒരു പാത്രമാക്കി ദൈവമേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, നീ എന്നെ യൂസ് ചെയ്യണമേ, എന്നെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്, അവൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അവൻ്റെ കരുതൽ നമുക്ക് ആവശ്യമാണ്, അവൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം അവനിലാണ്.